വളരെ പാഷനും ഡിറ്റർമൈൻഡുമായിട്ടുള്ള ഒരു റേസറായിരുന്നു കാറൽ ഷെൽബി. എന്നാൽ അയാളുടെ ശാരീരിക പ്രശ്നങ്ങൾ കാരണം ഇനി റേസിംഗ് ചെയ്യാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അത് ഷെൽബിയെ വളരെയധികം സങ്കടത്തിലാക്കുന്നു. റേസിംഗ് അയാളുടെ ജീവിതമായിരുന്നു, പക്ഷെ അത് ഒരു നിമിഷത്തിൽ അയാൾക്ക് നഷ്ടപ്പെടുന്നു. പിന്നീട് ഷെൽബി റേസിംഗ് ഉപേക്ഷിച്ച് കാർ ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. കെൻ മെയിൽസ് ആകട്ടെ കാറിനെ ഒരു മെഷീനെ പോലെയല്ല, ഒരു ജീവനുള്ള മനുഷ്യനെ പോലെയാണ് കാണുന്നത്. കാറിന്റെ ഓരോ പാർട്സും ഓരോ ശബ്ദവും ഓരോ വൈബ്രേഷനും മനസ്സിലാക്കി തന്നെയാണ് അയാൾ കാർ ഓടിക്കുന്നത്. ഷെൽബിയും കെന്നും നല്ല കൂട്ടുകാരാണ്. കെന്നും ഷെൽബിയെ പോലെ ഒരു റേസർ ആയിരുന്നു. എന്നാൽ കെൻ വളരെ ഷോർട്ട് ടെമ്പേർഡും കൺട്രോളില്ലാത്ത സ്വഭാവമുള്ള ഒരാളാണ്. മറുവശത്ത് ഫോർഡ് കമ്പനി വളരെയേറെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാറുകൾ മാർക്കറ്റിൽ വിട്ടുപോകുന്നില്ല. യങ് ജനറേഷനെ അട്രാക്ട് ചെയ്യാനായി ഫോർഡ് റേസിംഗിലേക്ക് എൻട്രി ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിനായി ഫോർഡ് ഫെറാറിയുമായി ഒരു ഡീൽ സംസാരിക്കാൻ പോകുന്നുണ്ട്. എന്നാൽ എൻസോ ഫെറാറി ഡീൽ അവസാന നിമിഷത്തിൽ ക്യാൻസൽ ചെയ്യുകയും ഫോർഡിനെ പബ്ലിക്കായി ഇൻസൾട്ട് ചെയ്ത് വിടുകയും ചെയ്യുന്നു. ഇത് ഫോർഡിന്റെ ഓണറായ ഹെൻറി ഫോർഡ് സെക്കൻഡിനെ വളരെയധികം ഹേർട്ട് ചെയ്യുന്നു. ഫെറാറിയെ തോൽപ്പിക്കണമെന്നൊരു സ്ട്രോങ് ഡിസിഷൻ അയാൾ എടുക്കുന്നുണ്ട്. അങ്ങനെ അവർ കാറൽ ഷെൽബിയെ മീറ്റ് ചെയ്യുന്നു. പ്രൊജക്ടിന്റെ സീരിയസ്നെസ് പറയുമ്പോൾ ഇതിനെ പറ്റി ആൾ ഷെൽബിക്ക് അറിയാമെന്ന് പറഞ്ഞ് ഷെൽബി കെൻ മൈൽസിനെ കൊണ്ടുവരുന്നു. കാർ ടെസ്റ്റ് ചെയ്യാനും റേസിംഗ് വിൻ ചെയ്യാനും കെന്നിന് കഴിയുമെന്ന് ഷെൽബിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ അവർ ഫോർഡ് GT40 എന്ന കാർ ഡിസൈൻ ചെയ്യുന്നു. കെൻ കാർ ടെസ്റ്റ് ചെയ്ത് അതിൽ ഫോൾസ് ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ ഫോർഡിന്റെ വൈസ് പ്രസിഡന്റിന് കെന്നിന് ഇഷ്ടമായിരുന്നില്ല. ഫോർഡ് കാർ ഓടിക്കാനുള്ള ഇമേജ് കെന്നിനില്ല എന്നൊക്കെ പറഞ്ഞ് അവർ അയാളെ മാറ്റുന്നുണ്ട്. ഷെൽബിയെ കെന്നിനെ സപ്പോർട്ട് ചെയ്തൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാന നിമിഷം കെൻ വേണ്ട എന്ന ഡിസിഷൻ അവർ എടുക്കുന്നു. വേറൊരു ഡ്രൈവറിനെ വെച്ച് റേസ് നടത്തുന്നുണ്ട്. എന്നാൽ കെൻ പറഞ്ഞതുപോലെ തന്നെ ഗിയർ ബോക്സ് ഓവർ ഹീറ്റായി കാർ റേസിംഗിൽ ഫെയിൽ ആവുന്നുണ്ട്. ഫോർഡ് വീണ്ടും തോൽക്കുന്നു. പിന്നീട് ഷെൽബി ഹെൻറി ഫോർഡ് സെക്കൻഡിനെ നേരിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. കെൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ റേസ് വിൻ ചെയ്യാൻ കഴിയൂ. കാറിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ റേസ് വിൻ ചെയ്യാൻ സാധിക്കൂ. കമ്പനി കൂടുതൽ റേസിംഗിൽ കൈ കടത്തിയാൽ അത് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കില്ല എന്നൊക്കെ ഷെൽബി പറയുന്നുണ്ട്. ഹെൻറി ഫോർഡ് സെക്കൻഡിന് അത് മനസ്സിലാകുന്നു. അങ്ങനെ കെന്നിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. കെൻ GT40 ടെസ്റ്റ് ചെയ്യാനായി ഓടിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ഫെയിലിയർ ആയി കാറ് നിയന്ത്രണം വിട്ട് ഇടിക്കുന്നുണ്ട്. കാർ ബ്ലാസ്റ്റ് ആവുന്നു. എന്നാൽ കെൻ എങ്ങനെയോ കാറിൽ നിന്ന് പുറത്തു വരുന്നു. പിന്നെയും ഫോർഡിന്റെ വൈസ് പ്രസിഡന്റ് കെന്നിനെ റേസിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഷെൽബി ഹെൻറി ഫോർഡ് സെക്കൻഡിനെ കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെ കെൻ റേസിംഗിന് ഒരുങ്ങുന്നു. റേസ് നടക്കുമ്പോൾ ബ്രേക്ക് ഫെയിലിയർ പോലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വരുന്നുണ്ട്. പക്ഷെ കെൻ അതൊക്കെ കറക്റ്റ് ടൈമിൽ ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. റേസിൽ കെൻ മുന്നിലെത്തുന്നുണ്ട്. എന്നാൽ ഫിനിഷ് ലൈനിൽ ഫോർഡിന്റെ എല്ലാ കാറുകളും ഒരുമിച്ച് ഒരേ ടൈമിൽ ഫിനിഷ് ചെയ്താൽ അത് ഹിസ്റ്ററി ആവുമെന്നൊക്കെ വൈസ് പ്രസിഡന്റ് പറയുന്നു. കെന്നിനോട് സ്ലോ ഡൗൺ ചെയ്യാൻ അയാൾ പറയുന്നുണ്ട്. കെൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എല്ലാവരും ഒരുമിച്ച് ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ട്വിസ്റ്റ്. റേസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മറ്റൊരു കോമ്പറ്റീറ്റർ കെന്നിന്റെ പുറകിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കെൻ സെക്കൻഡ് പ്ലേസിൽ ഒതുങ്ങുന്നു. അങ്ങനെ പാഷനും ടാലന്റുമുള്ള ഒരു റേസറിനെ സിസ്റ്റം എങ്ങനെ തോൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഇമോഷണൽ റേസിംഗ് സ്റ്റോറിയാണ് ഈ സിനിമ.